വേദിക്കൊപ്പം കാണികളുടെ മനസ്സ് കീഴടക്കുന്ന ഒന്നാണ് പൂരക്കളി. പക്ഷേ എന്താണ് പൂരക്കളി എന്ന് എല്ലാ കാണികൾക്കും അറിയാമോ? അത് അരങ്ങ് കീഴടക്കുന്ന മത്സരാർത്ഥികൾ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ചടുലമായ ചുവടും ചൂടുമെത്ത താളവും വേദിയിൽ പൂരക്കളി സംഘം നിറഞ്ഞാടി. കാഴ്ചക്കാരായ ഒട്ടനവധി പേർ. എന്നാ പൂരക്കളി എന്താണെന്ന് കാണികൾക്ക് എല്ലാവർക്കും അറിയോ? ചോദിച്ചേക്കാം. പൂരങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. അറിയത്തില്ല. പൂരക്കളി എന്താണെന്ന് കറക്റ്റായിട്ട് അങ്ങനെ വലിയൊരു ഐഡിയ ഇല്ല. അതുവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. കറുപ്പും ചുവപ്പും ചേർന്ന വസ്ത്രം, നെറ്റിയിലൊരു കുറി, മട്ടും പാവവും കളരിയുടേത് തന്നെ. ഇനിയിപ്പോ പൂരക്കളി എന്താണെന്ന് കാണികൾക്ക് മത്സരാർത്ഥികൾ തന്നെ പറഞ്ഞു കൊടുക്കട്ടെ. വടക്ക് മലബാറിലെ ക്ഷേത്രങ്ങളിൽ കളിക്കുന്ന ഒരു കളിയാണ് പൂരക്കളി. അതിലെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ എടുത്ത് കലോത്സവത്തിൽ കളിക്കുന്നത്. 20 മിനിറ്റാണ് കലോത്സവത്തിൽ നമ്മൾ കളിക്കുന്നത്. കാർത്തിക തൊട്ട് പൂരം വരെയുള്ള 9 നിറങ്ങളെ ആണ് പൂരക്കളിയിൽ കളിക്കുന്നത്. വേഷത്തിനുമപ്പുറം കളരിയുമായി എന്തെങ്കിലും ബന്ധം പൂരക്കളി കൊണ്ടോ? 18 കന്യകമാർ പാടിയാടി കളിച്ച കളിയാണ് പൂരക്കളി. കാമദഹനമായിട്ട് ബന്ധപ്പെട്ട ഇതിന് ഐതിഹ്യം. അപ്പോൾ പിൽക്കാലത്ത് ഇത് കളരിയുടെ ചുവടുകളും ഇതൊക്കെ ഇതിനകത്ത് കയറി വന്ന് അങ്ങനെ പൂരക്കളി ആണുങ്ങളെ പുരുഷന്മാരുടെ കൈകളിലും പിന്നെ ഇതിൻ്റെ പൂവിടൽ ചടങ്ങും മറ്റൊക്കെ ഉണ്ട്. അതൊക്കെ സ്ത്രീകളുമാക്കിയിട്ട് ഇപ്പോൾ കൊണ്ടാടുന്നത്. കാണുമ്പോഴുള്ള കൗതുകത്തിനുമപ്പുറം ഒരു സംസ്കാരത്തിന്റെ കഥ കൂടിയാണ് പൂരക്കളി. ക്യാമറ പേഴ്സൺ മനോജ് പിയലിനോടൊപ്പം അനീഷ പവാർ, മീഡിയ 1.